ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മീൻ പീരയാണ്. അത് ഷീലാവ് പീര. അതെനിക്ക് കിട്ടിയത് ഒരു ചെറിയ തരത്തിലുള്ള തീരെ ചെറിയ ഷീലാവാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. 1 കിലോ ഷീലാവാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. അത് ഏകദേശം ഈ ഇത്രയെങ്കിലും ചെറിയ വലിപ്പമുള്ള ഷീലാവാണ് വയ്ക്കാൻ പോകുന്നത്. ഇതിലും ചെറുതാണ് നമ്മൾ വയ്ക്കുകയും ചെയ്യേണ്ടത്. ഇത് വലിപ്പം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലും ചെറിയ ഷീലാവാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ മീൻ ഞാൻ ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇച്ചിരി വലിപ്പം കുറച്ച് നമുക്ക് കട്ട് ചെയ്താൽ മതി. എന്നല്ല അതിനകത്തേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ, രണ്ട് ടേസ്റ്റും വരുള്ളൂ. അത് 1 കിലോ ഉണ്ട്. അത് ഞുറുക്കി ഞാൻ 1 കിലോ ആക്കി വെച്ചിരിക്കും. 50 ഗ്രാം ഈ വലിപ്പമുള്ള പച്ചമുളക്. ഇത് ഈ പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ട് ചുമന്നുള്ളിയാണ് ഏറ്റവും നല്ലത്. മീൻ കറിക്ക്, മീൻ പീര വെക്കുന്നതിന് ചുമന്നുള്ളിയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ചുമന്നുള്ളി എടുക്കുന്ന 50 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി മീൻ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ്. പ്രത്യേകിച്ച് മീൻ പീര വെക്കുമ്പോൾ കൂടുതലായിട്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ശരീരത്തിനും ഏറ്റവും നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് വേപ്പില. 1 മുറി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ മീൻ പീരയ്ക്ക് ഇടാൻ പോകുന്നത്. കുടപ്പുളി 2 കഷ്ണം മാത്രം ഇട്ടാൽ മതി. നമുക്ക് ഈ 1 കിലോ മീന് 2 കഷ്ണം പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് അത് മതി. 2 സ്പൂണും മഞ്ഞൾപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കല്ലുപ്പാണ് ഇടുന്നെങ്കിൽ ഇതിന് 2 സ്പൂൺ ഇട്ടാൽ മതി. ഇനി നമ്മൾ അരിഞ്ഞു കൂട്ടി വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഈ ചട്ടിയിലേക്ക് ഒന്ന് ഇടുക. നമുക്ക് ഇനി മീന് വേണ്ടി എല്ലാ സാധനങ്ങളും കൂടെ ഒന്ന് തിരുമ്മിക്കൂട്ടണം. അതിനുശേഷം നമ്മളിതൊന്ന് തിരുമ്മി കൂട്ടുന്നു. ചക്കിലാട്ടി നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് നമ്മൾ മിക്സ് ചെയ്യുന്നു. ആദ്യമേ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല അതിൻ്റെ ടേസ്റ്റ് അത് തിരുമ്മി കൂട്ടുമ്പോൾ തന്നെ നല്ല മണം കേട്ടില്ലേ? ഹായ്, നല്ല മണം. ഹായ്, ഇപ്പം തന്നെ ചോറ് തിന്നാൻ തോന്നുന്നു. അതിന് ശേഷം നമ്മൾ കുടപ്പുളി ഇടുന്നു. ആ വെള്ളത്തോട്ട് കൂടി കുടപ്പുളി നമ്മളിടുന്നു. അതൊന്ന് പയ്യെ കീറി ഒന്ന് ഇടുന്നു കേട്ടോ. അടുത്തായിട്ട് ഇടാൻ പോകുന്നത് നമ്മൾ കഴുകി വാരി വെച്ചിരുന്ന ഷീലാവ് മീൻ നമ്മൾ ഇടുന്നു. ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ കൂടി. മീനിൻ്റെ അകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളത്തിലാണ് ഇത് വേവിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അടുപ്പത്ത് വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് കത്തിക്കണം. ഒരു 15 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം വെള്ളം പറ്റാൻ തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിതൊന്ന് പയ്യെ ഇളക്കിയിടുക. പയ്യെ മീൻ പൊടിഞ്ഞു പോകാതെ വേണം നമ്മൾ ഇളക്കാനായിട്ട്. ഇളക്കിയെടുത്ത് വീണ്ടും ഒരു 20 മിനിറ്റ് നേരം വീണ്ടും ലോ ഫ്ലെയിമിൽ ഇടുക. ഒന്ന് മീൻ പീരയുടെ സമയമായി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നു കേട്ടോ. ഇനി അടുത്തത് താളിക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് വെക്കട്ടെ. കടുക് പൊട്ടിക്കുക എന്ന് പറയും. കോട്ടയം സ്റ്റൈലിൽ പറയും കടുക് പൊട്ടിക്കുക എന്ന് പറയും. ഈ നാട്ടിൽ പറയും താളിക്കുക എന്ന് പറയും. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. 1/2 സ്പൂണ് കടുക് ഇടുന്നു. അരിഞ്ഞ് വെച്ചിരുന്ന ചുമന്നുള്ളി ഇടുന്നു. 2 3 തണ്ട് വേപ്പില ഇടുന്നു. ഓഫ് ചെയ്ത് അങ്ങനെ നമ്മൾ പയ്യെ ഒന്ന് ഇളക്കുന്നു. മീൻ പൊടിഞ്ഞു പോകാണ്ട് നമ്മൾ ഒന്ന് പയ്യെ മിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഷീലാവ് മീൻ പീര റെഡി. നിങ്ങളെല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കുക.
ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.